എല്ലാവർക്കും ആക്ച്വലി യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും. ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ കംഫർട്ട് സോൺ വിട്ടിറങ്ങാനുള്ള ഒരു ബുദ്ധിമുട്ട്, റെസ്പോൺസിബിലിറ്റീസ് ഇതൊക്കെ ആയിരിക്കില്ലേ ആളുകൾക്ക് പറ്റാത്തത്? തീർച്ചയായിട്ടും ഒരുപാട് ആളുകൾ ജോലിൻ്റെ പ്രശ്നങ്ങളുണ്ട്, ഒരുപാട് പിന്നെ വീട്ടിലെ പ്രാരാബ്ദമൊക്കെ പറഞ്ഞിട്ട് നമ്മളതൊക്കെ നോക്കിയാൽ അല്ലെങ്കിൽ കുറേ ക്യാഷ് ഉണ്ടായിട്ട് നമുക്ക് യാത്ര ചെയ്യാൻ. ഞാനിപ്പോൾ യാത്ര ചെയ്യുന്നത് അങ്ങനെ കയ്യിലൊന്നുമില്ല. ഞാൻ 2015 എൻ്റെ ജോലി റിസൈൻ ചെയ്തതാണ്. അതിനുശേഷം ഉപ്പയുടെ ട്രീറ്റ്മെൻറ്റൊക്കെ ആയിട്ട് ഒരുപാട് കടവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ നമ്മളെന്തെങ്കിലും ചെയ്യണമെന്ന് ആത്മാർത്ഥമായിട്ട് വിചാരിക്കുകയാണെങ്കിൽ, അതിനുവേണ്ടി പ്രവർത്തിക്കുകയാണെങ്കിൽ ലോകം മൊത്തം നമ്മുടെ കൂടെ നിൽക്കുന്നുള്ളതിനാണ് എൻ്റെ യാത്രയിലൊരു അനുഭവമാണത്. ലോകത്തുള്ള എല്ലാവരും നമ്മുടെ കൂടെ നിൽക്കും. ഇപ്പോൾ യാത്ര ചെയ്യാൻ എന്തെങ്കിലും കാര്യം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടോ ഫായിസിനെ? ആരെങ്കിലും? ഞാൻ എൻ്റെ ഫസ്റ്റത്തെ സൈക്കിൾ വാങ്ങിക്കാനൊരു കാരണം, ഒരു ദിവസം ഞാൻ എൻ്റെ ഫാദർ കിടക്കുന്ന ഹോസ്പിറ്റലിൻ്റെ മുകളിൽ ഏറ്റവും ടോപ്പ് ഫ്ലോറിലാണ് അതിൻ്റെ ക്യാൻറ്റീൻ വരുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ താഴേക്ക് നോക്കുമ്പം 2 സൈക്കിളുമായിട്ട് 2 ആളുകൾ ഇങ്ങനെ എവിടുന്നോ വരികയാണ്, ദൂരെ യാത്ര ചെയ്ത് വരികയാണ്. അപ്പോൾ എൻ്റെ മൈൻഡിൽ ഇങ്ങനെ കുറേ ചോദ്യങ്ങൾ, ഇത് എവിടുന്ന് വരുന്നു, ഇവരെങ്ങോട്ടാണ് പോകുന്നത്, അവരാരൊക്കെയാണ് എന്നുള്ള തോട്ട് ഇങ്ങനെ വന്നു. അങ്ങനെയാണ് എനിക്കൊരു സൈക്കിൾ എടുക്കണം, ഒന്ന് എൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടൊരു സൈക്കിൾ എടുക്കണം. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞൊരു സ്ട്രൈക്ക്, എന്താ പറയുക, ഒരു സ്പാർക്ക് വരുന്നത് ആ 2 സൈക്ലിസ്റ്റുകളാണ്. പക്ഷെ അവരാരാന്നോ എന്താണെന്നോ ഒന്നും എനിക്കറിയില്ല. ഞാൻ വളരെ ദൂരത്തുനിന്ന് അവരെ കണ്ടതാണ്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ആ 2 സൈക്ലിസ്റ്റുകളാണ് എനിക്കൊരു സ്പാർക്ക് തന്നത്. അതെ. പിന്നെ പല രാജ്യങ്ങളിലും സൈക്കിൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം നമ്മുടെ രാജ്യത്ത് അങ്ങനെ ഉണ്ടാവണം എനിക്കറിയില്ല കൂടുതൽ, ഞാൻ ഇതുപോലെ അത്രയും ട്രാവലൊന്നും ചെയ്യാത്തതുകൊണ്ടും എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെയുള്ള രാജ്യങ്ങളിലെ സൈക്ലിംഗ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രാജ്യങ്ങൾ അല്ലേ? തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്ത് സൈക്ലിങ്ങിന് പറ്റിയൊരു കൺട്രിയേ അല്ല നമ്മുടെ രാജ്യം. നമ്മുടെ ഇപ്പം കേരളത്തിൽ എടുത്തു കഴിഞ്ഞാൽ റോഡ് സൈഡിലൂടെ ഒന്നും സൈക്കിൾ ഓടിക്കാൻ പറ്റിയ ഒരു സേഫല്ല, ശരിക്കും പറഞ്ഞാൽ സേഫല്ല. അപ്പം ഞാൻ പോയ രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ സൈക്ലിംഗ് ഫ്രണ്ട്ലി ആയിട്ട് കണ്ടത് വിയന്നാണ്. വിയന്ന മീൻസ് ഓസ്ട്രിയ. അതല്ലാതെ ഇനിയും ഒരുപാട് രാജ്യങ്ങളുണ്ട്. ഞാൻ ഇനി പോകാനിരിക്കുന്ന രാജ്യങ്ങളാണ് കൂടുതൽ സൈക്ലിംഗ് ഫ്രണ്ട്ലി ആയിട്ടുള്ളത്. ഞാൻ അങ്ങോട്ട് എത്തിയിട്ടില്ല. വിയന്നയിൽ ഒരുപാട് സൈക്കിൾ ട്രാക്ക്, നമ്മളിപ്പോൾ ഒരു ഗൂഗിൾ മാപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കുറേ സ്ക്രാച്ച് ചെയ്ത പോലെ ഒരു ഗ്രീൻ കളറിൽ കാണാൻ പറ്റും. അതൊക്കെ സൈക്കിൾ ഓടിക്കാനുള്ള വഴികളാണ്. അപ്പോൾ നമ്മൾ സൂം ചെയ്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. പിന്നെ അവിടെയുള്ള ബ്രിഡ്ജിൻ്റെ ഒക്കെ അടിയിൽ സൈക്കിളിന് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ഇതുണ്ടാവും. ഇവിടുത്തെ നോർമൽ ബ്രിഡ്ജ് പോലെ ഉണ്ടാവും, പക്ഷെ അതിൻ്റെ അടിയിൽ സൈക്കിളിന് വേണ്ടിയിട്ട് ചെറിയൊരു പ്ലാറ്റ്ഫോം ഉണ്ടാവും. അങ്ങനെ ഒരുപാട് എന്നെ ശരിക്കും ഇഷ്ടപ്പെട്ടത് വിയന്നാണ്. ഇതുവരെ കണ്ടതിൽ ഏറ്റവും കൂടുതൽ സൈക്ലിംഗ് ഇഷ്ടപ്പെട്ടത്. ഓരോ വീട്ടിലും ഓരോ സൈക്കിൾ എന്നുള്ള അവിടെ ഒരാൾക്ക് 1.5 സൈക്കിൾ എന്നുള്ള രീതിയിലാണ് അവിടത്തേക്ക് സൈക്ലിംഗ്. ഒരു വീട്ടിൽ ഒരാൾക്ക് 1.5 സൈക്കിൾ. അപ്പോൾ ആളുകളെക്കാട്ടും കൂടുതൽ സൈക്കിളുകളാണ് ചില യൂറോപ്യൻ കൺട്രികളിൽ ഉള്ളത്. നമുക്കിവിടെ ഒരു വീട്ടിൽ സൈക്കിൾ ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ കുട്ടികൾ യൂസ് ചെയ്യായിരിക്കും, അതല്ലെങ്കിൽ സൈക്കിൾ ഉപയോഗിക്കുന്നത് കണ്ടാൽ തന്നെ ആളുകൾ വേറെന്തോ അന്യഗ്രഹ ജീവി എന്നൊക്കെ വന്ന പോലെ. എൻ്റെ കയ്യിൽ ഞാൻ ആദ്യത്തെ സൈക്കിൾ എടുത്ത് എൻ്റെ നാട്ടിലൂടെയൊക്കെ പോകുമ്പോൾ ആളുകൾ ഇങ്ങനെ നോക്കും, ഇവന് ആദ്യം ഒരു ബുള്ളറ്റ് ആണല്ലോ, ഇപ്പോൾ എന്താ സൈക്കിളും കൊണ്ട് നടക്കുന്നത് അങ്ങനെ. ഓക്കെ. അപ്പോൾ പിന്നെ ഇതുപോലെ അവിടുത്തെ എന്തെങ്കിലും ഇപ്പോൾ ഓരോ രാജ്യത്ത് ഓരോ തരത്തിലുള്ള ഫുഡൊക്കെ ആയിരിക്കുമല്ലോ, അതൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? നമ്മൾ ഈ ഗ്രാമങ്ങളിലൂടെ ആയിരിക്കും കൂടുതൽ സഞ്ചരിച്ചിട്ടുണ്ടാവാം. അപ്പോൾ അവരുടെ വീട്ടിൽ നിന്നൊക്കെ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ അതിലത്തെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? ഫുഡിൻ്റെ കാര്യത്തിൽ ഞാൻ എല്ലാ ഫുഡും ട്രൈ ചെയ്യണമെന്നുണ്ട്. പക്ഷേ ചില ഫുഡ് നമുക്ക് പറ്റിയില്ലെങ്കിൽ നമ്മളെ യാത്രയെ ബാധിക്കും. വയറിന് കംപ്ലൈൻറ്റ് വന്ന എൻ്റെ സിംഗപ്പൂർ യാത്രയുടെ സമയത്ത് ഞാൻ തമിഴ്നാട്ടിലെത്തിയ സമയത്ത് എൻ്റെ ഒരു ഫുഡ് ഏതോ ഫുഡ് എന്നറിയില്ല, രാവിലെ ഒരു ഹോട്ടൽ, ഉച്ചയ്ക്ക് ഒരു ഹോട്ടൽ, രാത്രി ഒരു ഹോട്ടൽ, അങ്ങനെയാണ് ഫുഡ്. അപ്പോൾ ഏത് ഫുഡ് കഴിച്ചിട്ടാണെന്നറിയില്ല, വയറിന് പണി കിട്ടി. അങ്ങനെ ഞാൻ സൈക്കിൾ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തലകറങ്ങി വീഴാനൊക്കെ പോയിട്ടുണ്ട്. പിന്നെ ORS ഒക്കെ കുടിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് അന്നത്തെ യാത്ര കംപ്ലീറ്റ് ചെയ്തത്. അപ്പോൾ അതിനുശേഷം ഞാൻ കഴിക്കുന്ന ഫുഡ് എപ്പോഴും പ്രോബ്ലം വരാത്ത മെഴുക്കില്ലാത്ത ഫുഡുകളാണ് ഞാൻ പൊതുവെ കഴിക്കാറ്. പിന്നെ എല്ലാ ഫുഡും ട്രൈ ചെയ്യണമെന്നുണ്ട്, പക്ഷേ ഞാൻ അങ്ങനെ ട്രൈ ചെയ്യൽ കുറവാണ്. നമ്മുടെ പ്രത്യേകിച്ച് ഈ യാത്രനെ ബാധിക്കുന്നുള്ളത് കൊണ്ട് ഞാൻ എല്ലാ ഫുഡും ട്രൈ ചെയ്യാറില്ല. അപ്പോൾ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഫിസിക്കൽ കണ്ടീഷൻ ഇപ്പോൾ ശരിയല്ല എന്ന് വിചാരിക്കട്ടെ, നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത്, അപ്പോൾ എങ്ങനെയാണ് അത്, ആരിപ്പോൾ കോൺടാക്ട് ചെയ്യും?
എന്ത് ചെയ്യും അങ്ങനെ ഒരു അവസ്ഥ? ഇതുവരെ ഞാൻ ഒരുപാട് മഴ കൊണ്ടിട്ടുണ്ട്, ഒരുപാട് വെയിൽ കൊണ്ടിട്ടുണ്ട്. പക്ഷെ ഇതുവരെ എനിക്കൊരു ജലദോഷമോ പനിയോ ഇതുവരെ ഒന്നും വന്നിട്ടില്ല. കാരണം നമ്മുടെ ബോഡി എപ്പോഴും വർക്ക് ചെയ്യുന്നതുകൊണ്ടായിരിക്കാം എനിക്ക് ഇതുവരെ അങ്ങനത്തെ ഒരു കുഴപ്പം വന്നിട്ടില്ല. ഒരു കണ്ടീഷനൊക്കെ, ഫിസിക്കൽ കണ്ടീഷനൊക്കെ നോർമൽ ആയിരുന്നു ഇതുവരത്തെ ട്രാവൽ? ഇതുവരെ ഒരു കുഴപ്പമുണ്ടായില്ല. പിന്നെ സൈക്കിള് നമുക്ക് പല ആളുകളും ചോദിക്കും ഇത്രയും ദൂരം പോകുമ്പോൾ ഊരവേദന വരില്ലേ അല്ലെങ്കിൽ മുട്ടുവേദന വരില്ലേ? സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഓരോ സൈസ് ഉണ്ട്. നമ്മുടെ സൈസിന്, എൻ്റെ സൈസിലുള്ള സൈക്കിളല്ല നിങ്ങൾക്ക് യൂസ് ചെയ്യാം. കാരണം സൈക്കിൾ സ്മോള്, മീഡിയം, ലാർജ് എന്നൊക്കെ പറഞ്ഞിട്ട് പല സൈസിലാണ്. അപ്പോൾ എൻ്റെ സൈസിലുള്ള സൈക്കിൾ വാങ്ങിച്ചിട്ട് അതിനൊരു ബൈക്ക് ഫിറ്റ് എന്ന് പറയുന്നൊരു പരിപാടിയുണ്ട്. നമ്മുടെ ഒരാളുടെ കൈയിൻ്റെ ലെങ്ത് ആയിരിക്കില്ല മറ്റേ ആളുടെ കൈയിൻ്റെ ലെങ്ത്. അപ്പോൾ അതിനൊക്കെ അനുസരിച്ച് ബൈക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ സീറ്റിൻ്റെ പൊസിഷൻ, അതിൻ്റെ ഹാൻഡിലിൻ്റെ മുമ്പോട്ടോ പുറകോട്ടോ ഒക്കെ ആക്കുന്ന, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ പുറകിലുണ്ട്. അത് പെർഫെക്റ്റ് ആണെങ്കിൽ നമ്മൾ എത്ര കിലോമീറ്റർ സൈക്കിൾ ഓടിച്ചാലും ഒരു ജോയിൻറ്റ് പെയിനോ അങ്ങനത്തെ ബോഡിക്ക് ഒരു പ്രശ്നം വരില്ല. അപ്പം അത് പെർഫെക്റ്റ് ആക്കുക, അതാണ് വേണ്ടത്. പല ആളുകളും സെക്കൻഡ് ഹാൻഡ് സൈക്കിളൊക്കെ എടുക്കുമ്പോൾ സൈസൊന്നും നോക്കൂല. ചിലപ്പോൾ സ്മോൾ ആയിരിക്കും, ചിലപ്പോൾ ബിഗ് ആയിരിക്കും. അതൊക്കെ ഓടിച്ചിട്ട് 2 ദിവസം ഓടിച്ച് 2 ദിവസം ഓടിച്ച് കഴിഞ്ഞിട്ട് പറയും എനിക്ക് മുട്ടുവേദന ആവുന്നു, എനിക്ക് അവിടെ വേദന ആവുന്നു. പ്രശ്നം അതാണ്. കറക്റ്റ് ബൈക്ക് ഫിറ്റ് ആണെങ്കിൽ ഒരു കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ ഈ സോഷ്യൽ മീഡിയ മാനേജ്മെന്റ് ഒക്കെ എങ്ങനെയായിരിക്കും? വീഡിയോ എൻ്റെ വൈഫാണ് സോഷ്യൽ മീഡിയ മാനേജ് ചെയ്യുന്നത്. അപ്പം പല മെസ്സേജ് വന്നാലും ആളുകൾ വിചാരിക്കും ഞാനാ റെസ്പോൺസ് വൈഫാണ് എപ്പോഴും അതിൻ്റെ റെസ്പോണ്ട് ചെയ്യുക. പിന്നെ ഞാൻ അറിയേണ്ട മെസ്സേജ് ആണെങ്കിൽ എനിക്ക് പിന്നെ പല ആളുകളും കൊളാബറേഷൻ എവിടെന്നെങ്കിലും ഫോട്ടോ എടുത്തിട്ട് കൊളാബ് ഇതിടും. പക്ഷെ അത് ഹാൻഡിൽ ചെയ്യുന്ന വേറൊരു ടീമുണ്ട്. അവരാണ് അത് ആക്സെപ്റ്റ് ചെയ്യണോ വേണ്ടതെന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ അത് എൻ്റെ കയ്യിലല്ല. ഞാൻ ജസ്റ്റ് ഫോട്ടോസ് എടുക്കും, അത് അവർക്ക് അയച്ചു കൊടുക്കും, അവരാണ് അത് പോസ്റ്റ് ചെയ്യുക. ഓക്കെ ഓക്കെ. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഒക്കെ ഇപ്പോൾ വീട്ടിലേക്ക് ഇപ്പോൾ എങ്ങനെയാ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും? കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എൻ്റെ അടുത്ത് 2 സിം ഉണ്ടാവും. ഒന്ന് നമ്മുടെ ഇന്ത്യയിലെ സിം ഇന്റർനാഷണൽ റോമിംഗ് ആയിട്ട് ഞാൻ യൂസ് ചെയ്യും. അതിൽ ഡാറ്റ വളരെ കുറവായിരിക്കും. ഏതെങ്കിലും സ്ഥലത്തുനിന്ന് അവിടുത്തെ സിം കിട്ടിയില്ലെങ്കിൽ മാത്രമേ ഞാനത് യൂസ് ചെയ്യുള്ളൂ. രണ്ടാമത്തത് ഞാൻ ഓരോ ബോർഡർ കിടക്കുമ്പോൾ ആ രാജ്യത്തെ സിം എടുക്കും. നമ്മുടെ പാസ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ കോപ്പി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സിം കിട്ടും. അതിൽ ഒരുപാട് ഡാറ്റാസ് നമുക്ക് കിട്ടും. ഡാറ്റ പാക്ക് മാത്രമായിട്ട്. കോളിങ്ങിൻ്റെ നമുക്ക് ആവശ്യമില്ല. ഇപ്പോഴത്തെ കാലത്ത് നെറ്റ് കിട്ടിയാൽ മതി, വേറെ കോളിങ്ങിൻ്റെ ആവശ്യം വരാറില്ല. അങ്ങനെയാണ് നോർമലി ചെയ്യാറ്. ഇപ്പോൾ സെക്കൻഡ് ഫേസ് വരെ ഇപ്പം എത്തി. ഈ നെക്സ്റ്റ് ഇനി എന്നാണ് യാത്ര? എവിടേക്കാണ്? നെക്സ്റ്റ് വീക്ക് 23-ാം തീയതി എൻ്റെ ഫ്ലൈറ്റ് കാലിക്കറ്റ് ടു ഹാംബർഗ് ഫ്ലൈറ്റാണ്. അവിടെ എത്തിയിട്ട് ഫസ്റ്റ് ഡേ സൈക്കിളൊക്കെ ഒന്ന് സെറ്റ് ആക്കുക. സൈക്കിൾ ഇപ്പോൾ കറന്റ്ലി എവിടെയാണുള്ളത്? ഹാംബർഗിലുള്ളത്. അത് അവിടെ എവിടെ വെച്ച്? അവിടെ എങ്ങനെയാണ്? അവിടെ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ അവിടെ ഒരു സ്റ്റോറുണ്ട് ഗ്രൗണ്ട് ഫ്ലോറിൽ. അവിടെ വെച്ച് പോകും. അവിടെ പോയിട്ട് പരിചയപ്പെട്ടുള്ള ഫ്രണ്ടാണോ മുന്നേ? അല്ലല്ല, എൻ്റെ ആദ്യമുള്ള ഒരു ഫ്രണ്ടാണ്. അവിടെ എത്തിയപ്പം ഒരു 1 വീക്ക് ഞാൻ അവരുടെ കൂടെ താമസിച്ചത്. എന്നിട്ട് സൈക്കിൾ അവിടെ വെച്ച് പോന്നു. തിരിച്ചങ്ങോട്ട് പോയിട്ട് സൈക്കിൾ എടുത്തിട്ട് കണ്ടിന്യൂ ചെയ്യും. ഇനി അവിടുന്ന് ഡെൻമാർക്ക്, സ്വീഡൻ, നോർവേ, നെതർലാൻഡ്, ബെൽജിയം, ഫ്രാൻസ്, സ്പെയിൻ, പോർച്ചുഗൽ, ഇറ്റലി, സ്വിറ്റ്സർലാൻഡ്, ലക്സംബർഗ്, ഇത്രയും കൺട്രി കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. പക്ഷേ എനിക്ക് ജർമ്മൻ എംബസി തന്നത് 77 ദിവസത്തെ വിസയാണ്. അപ്പോൾ ഇത്രയും രാജ്യങ്ങൾ ആ 77 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്നറിയില്ല. എന്നാലും എൻ്റെ കഴിവിൻ്റെ പരമാവധി കംപ്ലീറ്റ് ചെയ്യും. പിന്നെ ഇതിൽ ചെറിയൊരു ട്വിസ്റ്റ് വരുന്നുണ്ട്. വരുന്ന ജൂലൈയിൽ പാരീസിൽ ഒളിമ്പിക്സ് ഉണ്ട്. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് സൈക്കിൾ ഓടിച്ച് ഒളിമ്പിക്സിന് എത്തി എന്നുള്ള രീതിയിലേക്ക് നടക്കട്ടെ. അത് അങ്ങനെ ഒരു ഡ്രീമും കൂടി ഇതിൻ്റെ കൂടെ ഉണ്ട്. നമ്മുടെ ഫിഫൻ്റെ ടൈമിൽ ഖത്തറിൽ അതിൻ്റെ ഫസ്റ്റ് ഹയാ കാർഡ് ഉപയോഗിച്ചിട്ട് എൻ്റർ ചെയ്തത് ഞാനാണ്. അതെ, അങ്ങനെ ചില കാര്യങ്ങളും കൂടി ഈ ഒരു യാത്രയിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്. കുറേ നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അല്ലേ? തീർച്ചയായിട്ടും ഒരുപാട് അവാർഡ്സ് അങ്ങനെ എന്തെങ്കിലും അതിൻ്റെ ഞാൻ പറഞ്ഞു നേരത്തെ 32-ാമത്തെ വയസ്സിൽ ഞാൻ എടുത്തൊരു തീരുമാനമാണ് ഇപ്പോൾ ഇത് എത്തിച്ചത്. എൻ്റെ 32-ാമത്തെ വയസ്സ് വരെ ഞാൻ കോളേജിൽ സ്കൂളൊക്കെ പഠിക്കുമ്പോൾ ഒരു അവാർഡ് പോലും എനിക്ക് കിട്ടിയിട്ടില്ല. ഒരു ട്രോഫി പോലും എൻ്റെതാന്ന് പറഞ്ഞിട്ട് വീട്ടിലില്ല. പക്ഷെ ഇപ്പോൾ വീട്ടിൽ സ്ഥലമില്ല ശരിക്കും പറഞ്ഞു. എന്നിട്ട് പുതിയ ഷോക്കേസ് ഒക്കെ ഉണ്ടാക്കണമെന്ന് പറയുന്നുണ്ട്. പല അവാർഡുകളും പല രാജ്യങ്ങളിലും ഇപ്പോഴും അവിടെ കിടക്കുക. എനിക്ക് കൊണ്ടുവരാൻ പറ്റാത്തതുകൊണ്ട് സൈക്കിളിൽ അത് ക്യാരി ചെയ്യാൻ പറ്റില്ല. മൊമെന്റോസ് ഒക്കെ ഞാൻ അവിടെ ആരെങ്കിലും ഏൽപ്പിക്കും, നിങ്ങൾ നാട്ടിൽ വരുമ്പോൾ കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ട്. ഈ രാജ്യത്തൊക്കെ അറിയുന്ന ആളുകളൊക്കെ ഉണ്ടാവും. പോകുന്നിടത്തൊക്കെ ഇപ്പോൾ GCC കൺട്രീസിലാണ് എനിക്ക് കൂടുതൽ മൊമെന്റോസ് കിട്ടിയിട്ടുള്ളത്. ഇപ്പം എൻ്റെ കുറേ സാധനങ്ങൾ ഷാർജയിലുണ്ട്, ഖത്തറിലുണ്ട്, ബഹ്റൈനിലുണ്ട്. അതൊക്കെ അവർ വരുമ്പോൾ കൊണ്ടുവരിക.
അപ്പൊ ഇനി പുതിയൊരു ഷോക്കേസ് ഒക്കെ ഉണ്ടാക്കണം എന്നല്ലേ? തീർച്ചയായിട്ടും വീട്ടിലൊരു റൂം ഇപ്പൊ ഇനി അതിനായിട്ട് സെറ്റ് ചെയ്യണം. അപ്പൊ കുട്ടികളുടെയൊക്കെ അവരുടെയൊക്കെ റിയാക്ഷൻ എങ്ങനെയാ? ആദ്യം ഞാൻ വൈഫ് എന്ന് തുടങ്ങാം. ഓക്കെ. കാരണം വൈഫ് ഡോക്ടറാണ്. ഇപ്പൊ ഈ അടുത്ത് 2 വർഷം മുമ്പാണ് പുള്ളിക്കാരത്തി ഒരു ഹോസ്പിറ്റലിൽ കയറിയത്. അപ്പം അതിനു മുമ്പ് കുറേ ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യാറുണ്ടായിരുന്നു ജോബിന് വേണ്ടി. അപ്പം ഇൻ്റർവ്യൂവിന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം പേരെന്താണ് കാര്യങ്ങൾ ചോദിച്ചിട്ട് സർട്ടിഫിക്കറ്റ് ഒക്കെ വാങ്ങിയിട്ട് പിന്നെ ഫാമിലിനെ പറ്റി ചോദിക്കും. അപ്പോൾ ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു ചോദിച്ചാൽ ഇൻ്റർനാഷണൽ സൈക്ലിസ്റ്റാന്ന് പറയും. പിന്നെ ക്വസ്റ്റ്യൻസ് ഒക്കെ മാറി, ഇൻ്റർനാഷണൽ സൈക്ലിസ്റ്റോ, അങ്ങനെ ഒരു പ്രൊഫഷൻ ഉണ്ടോ, അങ്ങനെ പറഞ്ഞു പിന്നെ എൻ്റെ യാത്രയെ കുറിച്ചാണ് ആ ഇൻ്റർവ്യൂ നടക്കാറ്. അങ്ങനെ പുള്ളിക്കാരത്തേക്ക് അത് ഇൻട്രസ്റ്റ് ആണ്. കാരണം ഇങ്ങനെ ഒരാൾ വളരെ റയറായിട്ടുള്ളൊരു സംഭവമാണല്ലോ. അപ്പം ആളും നല്ല സപ്പോർട്ടാണ്. പോകുന്നിടത്തൊക്കെ അവിടെയുള്ള ആളുകളൊക്കെ ഭയങ്കര. പിന്നെ കുട്ടികളാണെങ്കിൽ അവരുടെ സ്കൂളിലൊരു പ്രോഗ്രാം ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ സൈക്കിള് ജർമ്മനിയിലാണ്, യാത്ര കഴിഞ്ഞിട്ട് ഞാൻ ആ സൈക്കിള് കൊണ്ടുവന്നിട്ട് നമുക്ക് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവരും ഭയങ്കര ത്രില്ലാണ്. കാരണം അവരുടെ ഫാദർ ഇങ്ങനെ ലോകം മൊത്തം സൈക്കിളിൽ സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ അവർ പറയും, മൂത്താള് പറയുന്നത് എന്നെപ്പോലെ സൈക്കിള് യാത്ര ചെയ്യണമെന്നാണ് പറയുന്നത്. നമ്മളൊക്കെ എനിക്കൊക്കെ ഇപ്പോഴാണ് ഇതിനെക്കുറിച്ചുള്ള ഒരു അറിവ് കിട്ടുന്നത്. എൻ്റെ അത്ര പ്രായമായിട്ടില്ലാട്ടാ. ലൈക്ക് ആ സമയത്ത് നമുക്ക് സൈക്ലിംഗ് അങ്ങനത്തെ അതൊന്നും അല്ല നമ്മുടെ മൈൻഡ്. നമ്മൾ ചോദിക്കുകയാണെന്ന് വെച്ചാൽ ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവണം എന്നായിരിക്കും നമ്മുടെ ഒരു നമ്മൾ അതിലായിരിക്കും ഫോക്കസ് ചെയ്യുന്നുണ്ടാവും. ലാസ്റ്റ് അങ്ങനെയല്ല, നമ്മൾ കരിയർ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അല്ല, ഞാൻ ഇപ്പോഴത്തെ കുട്ടികളുടെ അവർക്ക് ഇഷ്ടം എന്താണോ അതിലേക്ക് നമ്മളത് ചെറിയൊരു ട്രെയിനിങ്ങും കൊടുത്ത് അതിലേക്കാണ് വിടേണ്ടത്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഫുട്ബോൾ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഫുട്ബോളിലേക്ക് വിടുക, അല്ലെങ്കിൽ വരയ്ക്കാൻ, ആ ഒരു മേഖലകളിലേക്ക്. കാരണം വെറും പഠിപ്പ് കൊണ്ട് മാത്രം ലൈഫ് സെറ്റിൽ ആവുന്നില്ല. നമുക്ക് നമ്മുടെ ഇഷ്ടങ്ങളിലൂടെ ജീവിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം പൂർണ്ണമാവുള്ളൂ. അതെ, പലർക്കും അവരുടെ ഇഷ്ടത്തിന് പല ആളുകളും ചിലപ്പം പാടാൻ ഇഷ്ടമുള്ളവരായിരിക്കും. ഏതെങ്കിലും സോഫ്റ്റ്വെയർ കമ്പനിയിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ആയിരിക്കും. നമ്മൾ പാടിയിട്ട് ആ കരിയറിൽ അതിലൂടെ ജീവിക്കണം, അതിലൂടെ നമ്മൾ സന്തോഷം കണ്ടെത്തണം, അതിലൂടെ ഏൺ ചെയ്യണം. അപ്പോഴാണ് അത് ജീവിതം ഇതാവുള്ളൂ. ഇപ്പോൾ ഫൈസിൻ്റെ ഉമ്മ ഒക്കെ എങ്ങനെയാണ്? ഉമ്മ ആദ്യം ഞാനിങ്ങനെ സിംഗപ്പൂർ പോവാന്ന് പറഞ്ഞ സമയത്ത് എന്നെ ചീത്ത പറഞ്ഞു. എന്നോട് ചോദിച്ചു, നിന്റെ ഫാദർ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ സമ്മതിക്കുമായിരുന്നു എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ഒരിക്കലും സമ്മതിക്കില്ല. കാരണം ഉപ്പക്ക് ഭയങ്കര പേടിയാണ് എന്നെ ഇങ്ങനെ വിടാൻ. പക്ഷേ ഇപ്പോൾ ഉപ്പ അങ്ങനെ കാണുന്നുണ്ടാവും, മോനിങ്ങനെ പല രാജ്യങ്ങൾ കീഴടക്കിക്കൊണ്ടിരിക്കുന്നു എന്നൊക്കെ കാണുമ്പോൾ ചിലപ്പം സന്തോഷിക്കുന്നുണ്ടാവാം. പിന്നെ വൈഫ് ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പം പുള്ളിക്കാരത്തി കേട്ട ഉടനെ തന്നെ സപ്പോർട്ട് ചെയ്തു. കാരണം എൻ്റെ ലൈഫിൽ ഞാൻ എൻ്റെ ഫ്യൂച്ചർ, കരിയർ എല്ലാം ഞാൻ വേണ്ടെന്ന് സാക്രിഫൈസ് ചെയ്ത ഒരാളാണ്. അപ്പം അതൊക്കെ തിരിച്ചു പിടിക്കാൻ മീൻസ് വേറൊരു ജോബിന് പോയിട്ട് കുറേ പൈസ ഉണ്ടാക്കുക എന്നല്ല, ആ ഒരു സാക്രിഫൈസ് ചെയ്ത കാര്യങ്ങൾ തിരിച്ചു പിടിക്കുക എന്നുള്ളൊരു ഇതിലായിരിക്കാം പുള്ളിക്കാരത്തി ഇതിന് പൂർണ്ണ സപ്പോർട്ടായിരുന്നു. കേട്ട ഉടനെ തന്നെ ഒരു നോ എന്ന് പറഞ്ഞിട്ടില്ല, ഓക്കെ എന്ന് പറഞ്ഞു, നമുക്കിത് ചെയ്യാമെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ പോകുന്നത് ജർമ്മനിലേക്ക് പോകുന്നത്, ഇനി അത് എത്ര ഡേയ്സ്? 4 months ആണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു 2.5 months യൂറോപ്പ്, ഒരു 2 months ഞാൻ യു കെ മൊത്തം എക്സ്പ്ലോർ ചെയ്യാം. പിന്നെ ഫാമിലിനെ കൊണ്ടുവരാനുള്ളൊരു പ്ലാൻ ഉണ്ട്. ഞാൻ അവിടെ എത്തുമ്പോഴേക്ക് അവരവിടെ എത്തണം എന്ന് വിചാരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു 1 month ഫാമിലിയുടെ കൂടെ. അപ്പോൾ അവിടെ ഇങ്ങനെ ഫാമിലിക്ക് എങ്ങനെ സ്റ്റേ ചെയ്യാൻ പറ്റും? എൻ്റെ ബ്രദറിലോ യു കെയിലുണ്ട്. പിന്നെ അവിടെ കുറേ ഇപ്പം മലയാളികൾ ഏറ്റവും കൂടുതലുള്ള യു കെയിലാന്ന് തോന്നുന്നു. ഞാൻ ഒരുപാട് മെസ്സേജ് എനിക്ക് വരാറുണ്ട്, യു കെയിലാണ്, വരുമ്പോൾ പറയണം, കാണണം എന്നൊക്കെ. എനിക്ക് തോന്നുന്നു കേരളത്തിലെ ആളുകളെക്കാട്ട് ബന്ധം പുറത്താന്ന് തോന്നുന്നു അല്ലേ? അത് ശരിയാ. കേരളത്തിൽ എനിക്ക് അത്ര അങ്ങോട്ട് ഞാൻ വലിയ ഫ്രണ്ട്ഷിപ്പ് ഇല്ലാത്ത നെറ്റ്വർക്ക് കുറവാണ്, ഫ്രണ്ട്ഷിപ്പ് നെറ്റ്വർക്ക് കുറവാണ്. പക്ഷെ ഇപ്പോൾ ഒരുപാട് മറ്റുള്ള രാജ്യങ്ങളിലൊക്കെയാണ് ഒരുപാട് കണക്ഷൻസ് ഉള്ളത്. രാജ്യത്തിനെ കുറിച്ച് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും വിളിക്കാം. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ അടുത്ത് ഒരു ഇൻസിഡന്റ് ഉണ്ടായി. അർമേനിയയിൽ ഒരു മലയാളി ജോലി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് മരണപ്പെട്ടു. അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അർമേനിയയിൽ ഏതെങ്കിലും ഒരു മലയാളി ഉണ്ടോ, കാരണം ബോഡി നാട്ടിലെത്തിക്കണമെങ്കിൽ നമ്മുടെ ഇന്ത്യക്കാരെങ്കിലും വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എനിക്കറിയാവുന്ന 2-3 കോണ്ടാക്ട്സ് കൊടുത്തു. അങ്ങനെ ബോഡി നാട്ടിലെത്തിച്ചു. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ സൗദി അറേബ്യയിൽ എൻ്റെ ഉമ്മയുടെ ഫ്രണ്ടിൻ്റെ മകന് അവിടെ ജോലി നഷ്ടമായി. അവൻ്റെ വൈഫിൻ്റെ ഡെലിവറിയൊക്കെ അടുത്ത് വരുന്നു, അവൻ്റെ ജോലി നഷ്ടമായി, ആകെ ബുദ്ധിമുട്ടിൽ. അപ്പം എന്നെ വിളിച്ചു, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ അവിടെയുള്ള സൈക്ലിംഗ് ഫ്രണ്ട്സ് ഉണ്ട്, അപ്പോൾ അവരെ ഞാൻ വിളിച്ചു പറഞ്ഞു,
ഇങ്ങനെ ഒരാൾ ജോലിയില്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ട്. അടുത്ത ആഴ്ച ആകുമ്പോഴേക്ക് റിയാദിൽ ജോലി റെഡിയായി. ഓക്കെ. അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ഇതിലൂടെ ചെയ്യാൻ പറ്റുന്ന സന്തോഷമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിനൊരു കൂട്ടായ്മ തന്നെയുണ്ടോ സൈക്ലിംഗ് എന്നുള്ള ഒരു ഇതിന്? ഒരുപാട് സൈക്ലിംഗ് ക്ലബ്ബുകളുണ്ട്, ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്. പക്ഷേ ഞാനൊരു ഗ്രൂപ്പിലും അങ്ങനെ ഇല്ല. ഞാൻ എൻ്റെ നാട്ടിലൊരു BRK എന്നാണ്, ബീച്ച് റൈഡേഴ്സ് കാപ്പാട് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പുണ്ട്, അതിലുണ്ട്. പിന്നെ കാസർഗോഡ് പെഡലേഴ്സ് എന്ന് പറയുന്ന ഈ 2 ഗ്രൂപ്പിൽ, വാട്സപ്പ് ഗ്രൂപ്പിൽ ഞാൻ ആക്റ്റീവാണ്. പിന്നെ നമുക്ക് സൈക്ലിംഗ് ചെയ്യാൻ ഒരു ഗ്രൂപ്പ് വേണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പം ഒറ്റയ്ക്ക് എനിക്ക് ഫ്രീഡം ഭയങ്കര ഇഷ്ടമാണ്. പല ആളുകളും തീർച്ചയായിട്ടും പല ആളുകളും ചോദിക്കും പോകുമ്പോൾ ഒരാളെയും കൂടി കൂട്ടിക്കൂടെ, എത്ര റിസ്ക് എന്തിനാന്ന്. പക്ഷേ ഒറ്റയ്ക്ക് പോകുമ്പോഴുള്ള ഗുണം എന്ന് വെച്ചാൽ എവിടെ നിർത്തണം, എപ്പോൾ സ്റ്റാർട്ട് ചെയ്യണം, എന്തും നമുക്ക് തീരുമാനിക്കാം. ആരെയും ഡിപ്പെൻഡ് ചെയ്യണ്ട, ആരെയും വെയിറ്റ് ചെയ്യണ്ട. അപ്പോൾ അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളൊരു യാത്ര ചെയ്യുമ്പോൾ ഫ്രീഡം എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. സോളോ യാത്ര ചെയ്താലേ നമുക്ക് നമ്മളെ തിരിച്ചറിയാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ എപ്പോഴും സോളോ ആണ് ഇഷ്ടപ്പെടുന്നത്. വൈഫിന് ഏതായാലും സൈക്കിൾ ഓടിച്ച് വരാൻ പറ്റില്ല. കാറിലൊക്കെ പോവുകയാണെങ്കിൽ ഓക്കെ, ഓഫ്കോഴ്സ് വൈഫും കുട്ടികളൊക്കെ ഉണ്ടാവും. തിരിച്ചു വന്നിട്ട് ഇങ്ങനെ കാറുമായിട്ട് ഒരു ഓൾ ഇന്ത്യ ട്രിപ്പൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ലണ്ടൻ ട്രിപ്പ് കഴിഞ്ഞ് വന്നിട്ട് പിന്നെ എൻ്റെ 3rd ഫേസ് ഞാൻ വിചാരിക്കുന്നത് അമേരിക്കയാണ്. അത് കഴിഞ്ഞ് ഓസ്ട്രേലിയ, അങ്ങനെ എല്ലാ രാജ്യവും 195ഓളം രാജ്യങ്ങളുണ്ട്. അവിടെയൊക്കെ നമ്മുടെ മലയാളിയുടെ സൈക്കിൾ യാത്ര. ഇതിപ്പോ ഒരു യാത്ര കഴിഞ്ഞിട്ട് എത്ര നാൾ ഇങ്ങനെ ഫ്രീ ആയിട്ട് കിട്ടും? എൻ്റെ ആദ്യത്തെ യാത്ര കഴിഞ്ഞ് ലോക്ക്ഡൗൺ ആയി, കൊറോണ വന്നു. എൻ്റെ ഫസ്റ്റ് യാത്ര സിംഗപ്പൂർ എത്തിയത് 2019 നവംബർ 21-നാണ്. എനിക്ക് തോന്നുന്നത് നവംബർ 19-നാന്ന് തോന്നുന്നു ചൈനയിൽ ഫസ്റ്റ് കേസ് കൊറോണ റിപ്പോർട്ട് ചെയ്തത്. പിന്നെ അങ്ങോട്ട് എല്ലാവരും ലോക്ക്ഡൗൺ ആയി, അതുപോലെ ഞാനും. അപ്പോൾ ലോക്ക്ഡൗൺ ആയ സമയത്ത് ചുമ്മായിരുന്നു കർണാടകയില്. ആ സമയത്ത് വൈഫ് പഠിക്കുകയായിരുന്നു, PG ചെയ്യായിരുന്നു, സുള്ളിയിലായിരുന്നു. ആക്ച്വലി ഞാൻ എൻ്റെ ഫസ്റ്റ് സൈക്കിൾ വാങ്ങിച്ചു. അതിൻ്റെ ശേഷം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഉപ്പ മരണപ്പെട്ടു. ഉപ്പയുടെ മരണത്തിന് ശേഷം ഞാൻ ആ സൈക്കിൾ ഉപയോഗിച്ചിട്ട് കോഴിക്കോട് നിന്ന് മംഗലാപുരത്തേക്ക്, വൈഫ് പഠിക്കുന്ന കോളേജിലേക്ക് 3 തവണ സൈക്കിളിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പം ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഫസ്റ്റ് അറ്റംപ്റ്റാണ് എനിക്കൊരു കോൺഫിഡൻസ് തന്നത്. എന്നെപ്പോലുള്ള ഒരാൾക്കും ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നു. കാരണം കോഴിക്കോട് നിന്ന് മംഗലാപുരത്തേക്ക് 250 കിലോമീറ്റർ ഉണ്ട്. ഞാൻ വൈകിട്ട് 4:30 സൈക്കിൾ എടുത്ത് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ, വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ നെക്സ്റ്റ് ഡേ മോർണിംഗ് ഒരു 9 മണിക്ക് 9-10 മണിയാകുമ്പോഴേക്ക് കോളേജിലെത്തും. നൈറ്റ് കംപ്ലീറ്റ് റൈഡാണ്, ഉറങ്ങൂല. എവിടെയെങ്കിലും നിർത്തി ജ്യൂസോ വെള്ളമോ കുടിക്കും, ചായ കുടിക്കും, അല്ലെങ്കിൽ കട്ടൻ ചായ. ഉറക്കം വരികയാണെങ്കിൽ സൈക്കിൾ ഓടിച്ചാലും ഉറക്കം വരും. ഇത്രയും ക്ഷീണമാകുമ്പോൾ നമുക്ക് ഉറക്കം വരും. അപ്പോൾ കുറച്ച് നേരം കട്ടൻ ചായയൊക്കെ കുടിച്ച് റെസ്റ്റ് എടുത്ത് വീണ്ടും സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെയാണ്. അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനൊരു എനിക്ക് പറ്റുന്നുള്ളൊരു കോൺഫിഡൻസ് വന്നത് അങ്ങനെയുള്ള ചെറിയ യാത്രകളിലൂടെ. അപ്പോൾ ഇനി ഒരു പോയിട്ടൊരു റെസ്റ്റ് അല്ലേ? ഇനി വന്നു കഴിഞ്ഞാൽ എൻ്റെ US വിസ കിട്ടണമെങ്കിൽ കുറച്ച് ടഫാണ്. അതിന് കുറേ വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. അപ്പോൾ എന്തായാലും കുറച്ച് ബ്രേക്ക് ഉണ്ടാവും. ആ സമയത്ത് എനിക്ക് പോകാൻ പറ്റുന്ന ചെറിയ ചെറിയ രാജ്യങ്ങൾ നോക്കിയിട്ട് അവിടെ പോകും, അങ്ങനെയൊക്കെ വിചാരിക്കുന്നത്. പിന്നെ എവറസ്റ്റ് ബേസ് ക്യാമ്പിലേക്ക് പോകണം എന്നുള്ളൊരു പ്ലാനുണ്ട്. സൈക്കിൾ ഓടിച്ച്, കേരളത്തിൽ നിന്ന് സൈക്കിൾ ഓടിച്ച് നേപ്പാളിൽ പോവുക, അവിടുന്ന് എവറസ്റ്റ് ബേസ് ക്യാമ്പ്. അങ്ങനെ അല്ല, ഒന്നും ഫിക്സ് ചെയ്തിട്ടില്ല. പക്ഷേ ഡിപ്പെൻസ്, നമ്മുടെ സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ ഓക്കെ ആയാലും ഇങ്ങനെ ഓരോ ചെറിയ ചെറിയ പ്ലാനുകൾ വേറെ ഉണ്ട്. ഇങ്ങനെ ഒരാൾ ഉണ്ടായിരുന്നു എന്ന് തെളിയിച്ച് പ്രൂവ് ചെയ്യണം, അങ്ങനെയാണോ? ശരിക്കും പറഞ്ഞാൽ എൻ്റെതായ ഒരു സിഗ്നേച്ചർ ഒരു 4-5 തലമുറ കഴിഞ്ഞാലും ഇങ്ങനെ ഒരാൾ ചെയ്തിട്ടുണ്ട് എന്നുള്ള, ഉണ്ടായിരുന്നു, എക്സിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളൊരു അടയാളം ഇവിടെ ഇട്ടിട്ട് വേണം പോകാൻ. ഇപ്പോൾ എന്താണ്, എനിക്കിതുപോലെ ട്രാവൽ ചെയ്യണം എന്നുള്ള കുട്ടികൾ ആരെങ്കിലും ആയിക്കോട്ടെ, ആളുകളുടെ അടുത്ത് എന്താണ് ഫൈസിന് പറയാനുള്ളത്? നിങ്ങൾ തീർച്ചയായിട്ടും ആത്മാർത്ഥമായിട്ട് അങ്ങനെ ഒരു കാര്യത്തിന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ഇതിന് വർക്കൗട്ട് ചെയ്യുക. നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ മീൻസ് ഹോം വർക്ക് ചെയ്യുക, അതിനെപ്പറ്റി പഠിക്കുക. ഇങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ ഏതൊക്കെ രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് പഠിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ സ്റ്റക്കാവുന്നൊരു സമയം ഉണ്ടാവും. അവസാനം നമ്മൾ തുടക്കത്തിലെ സ്റ്റക്കാവരുത്, അത് നിങ്ങൾ മടിയന്മാരായിട്ടാണ്. അത് ഗൂഗിളിൽ പോയിട്ട് ഓരോ രാജ്യത്തിനെ പറ്റി, അവിടുത്തെ ക്ലൈമറ്റ്, അവിടുത്തെ കിലോമീറ്റർ എല്ലാം പഠിച്ചിട്ട് എവിടെയെങ്കിലും എന്തെങ്കിലും വെച്ച് സ്റ്റക്കാവുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. എൻ്റെ കോൺടാക്ട് നമ്പർ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ കയറിയാൽ നിങ്ങൾക്ക് എനിക്ക് മെസ്സേജ് അയക്കാൻ പറ്റും. അതിൽ കോൺടാക്ട് നമ്പർ ചോദിച്ചാൽ കിട്ടും.
എന്നിട്ട് ഞാൻ നിങ്ങളെ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യുന്നതാണ്. ചില ആളുകൾ എന്നെ വിളിച്ചിട്ട് പറയും എനിക്കിങ്ങനെ യാത്ര ചെയ്യണം, ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞു തരുമെന്ന്. ഇത്രയും വലിയൊരു യാത്രേൻ്റെ ഡീറ്റെയിൽസ് പെട്ടെന്നൊരു ദിവസം സുപ്രഭാതത്തിൽ പറഞ്ഞു കൊടുക്കാൻ കഴിയില്ല. അത് നിങ്ങൾ ഓൾറെഡി അതിനെപ്പറ്റി പഠിച്ച് കഴിഞ്ഞതാണെങ്കിൽ എനിക്ക് ചെറിയ ചെറിയ ക്ലിയർ ഡൗട്ട് ചെയ്ത് തരാനേ എനിക്ക് പറ്റുള്ളൂ. അപ്പോൾ ഞാൻ പല ആളുകളോടും പറയും ആദ്യം നിങ്ങൾ ഇതിനെപ്പറ്റി ഒക്കെ റെഡിയാക്കിയിട്ട് എവിടെയെങ്കിലും സ്റ്റെക്ക് ആകുമ്പോൾ എന്നെ കോൺടാക്ട് ചെയ്തോ, ഞാനത് ക്ലിയർ ചെയ്ത് തരാം. ഇപ്പോൾ തുടക്കത്തിൽ ഒരാൾ എവിടേക്ക് യാത്ര ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്? ഏത് കൺട്രിയിലേക്ക് പോകുന്നതായിരിക്കും? അങ്ങനെയല്ല, അത് ഓരോരുത്തരുടെ ഇഷ്ടം. എവിടെ വേണമെങ്കിലും ഈ ലോകം എന്ന് പറയുന്നത് എനിക്കിപ്പം ലോകം വളരെ ചെറുതായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ആണോ? പക്ഷെ നമുക്ക് അങ്ങനെയല്ല, നമുക്കിത് കേൾക്കുമ്പോൾ ഇത്രയൊക്കെ പോയല്ലേ അങ്ങനത്തെ ഒരു ഫീലാണുള്ളത്. അല്ല, എനിക്കിപ്പം വളരെ ചെറുതായിട്ടായിട്ട് ഈ ഒരു ലോകം എന്ന് പറയുന്നത് എനിക്കിപ്പം വളരെ ചെറുതായിട്ടാണ്. സൈക്കിള് എവിടെയും പോവാന്നുള്ളൊരു തോട്ട് അതുകൊണ്ടാണ്. സൈക്കിൾ ഇപ്പോൾ എവിടെ വേണേലും പോകും. ഏറ്റവും ഓടിക്കാൻ ഇഷ്ടം സൈക്കിൾ തന്നെയാണോ? അങ്ങനെ ചോദിച്ചാൽ എനിക്ക് ബൈക്ക് ഓടിക്കാൻ ഇഷ്ടമാണ്, കാർ ഓടിക്കാൻ ഇഷ്ടമാണ്. അങ്ങനെയൊന്നുമില്ല. പക്ഷെ സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, എനിക്ക് ആർക്കും പറ്റാത്തൊരു കാര്യം ചെയ്യുമ്പോൾ, കാരണം ചെറുപ്പത്തിൽ ഞാൻ കുറേ കളിയാക്കലുകൾ കേട്ടിട്ടുള്ള ഒരാളാണ്. ഞാൻ അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. പണ്ട് സ്കൂൾ പഠിക്കുന്ന സമയത്ത് എന്നെ വിളിക്കുന്ന പല പേരുകളുണ്ട്, ഞാൻ ഇതിൽ പറയുന്നില്ല. ബോഡി ഷെയ്മിങ് ഒരുപാട് ചെറുപ്പത്തിൽ ഞാൻ ഒരുപാട് ബോഡി ഷെയ്മിങ് നേരിട്ടിട്ടുണ്ട്. ചിലപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കാം എനിക്കിങ്ങനെ ആളുകൾക്ക് ചെയ്യാൻ പറ്റാത്തത് ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷമായിട്ട്. ഞാൻ ഒരു ഹാഫ് മാരത്തോൺ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു പ്രാവശ്യം ഞാൻ 21 കിലോമീറ്റർ ഓടി. എനിക്കത് എന്നെ തന്നെ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം പണ്ട് ഞാൻ അനുഭവിച്ചത് അങ്ങനെയാണ്. ഭയങ്കര തടിയൊക്കെ ആയിട്ട് കുട്ടികൾ എല്ലാവരും എന്നെ കുറേ ഞാൻ അനുഭവിച്ചുകൊണ്ടാണ് അങ്ങനെ. മനസ്സിലാവുന്നു. ഒരു കാര്യം കൂടി ഞാൻ ചോദിക്കട്ടെ. ഇപ്പം നമ്മൾ ഈ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് വീഡിയോ അപ്ലോഡിങ് ചെയ്യണം, എങ്ങനെ അങ്ങനെ ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ. അതൊക്കെ നമ്മുടെ ഒരു പ്രൂഫാണ്. ഇപ്പോൾ ഫായിസ് ഒരു യൂട്യൂബർ ആവണം അല്ലെങ്കിൽ ഇൻഫ്ലുവൻസർ ആവണം എന്നുള്ള ഒരു മൈൻഡിലല്ലല്ലോ ഇത് ചെയ്യുന്നത്. ആക്ച്വലി എനിക്കൊരു യൂട്യൂബർ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു പേരിനല്ല എനിക്കൊരു നല്ലൊരു സഞ്ചാരിയാണെന്ന് അറിയപ്പെടാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അല്ല, ഒരിക്കലും ഞാനത് യൂട്യൂബറാണ് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസറാണ് എന്ന് കേൾക്കുന്നതിനെക്കാട്ടും എനിക്കിഷ്ടം ഒരു സഞ്ചാരിയാണ് എന്നുള്ളത് അറിയാനാണ്. അപ്പോൾ ആ അപ്ലോഡിങ് പ്രോസസ്സൊക്കെ എങ്ങനെയാണ്? ഞാൻ എൻ്റെ ഫോണിലാണ് ഷൂട്ട് ചെയ്യാറ്. ഗോപ്രോ ഉണ്ടായിരുന്നു, പിന്നെ അത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ്, അതിന് ലാപ്ടോപ്പ് വേണം, ഒരുപാട് ഇതാണ്. ഈ ഫോണിലാണെങ്കിൽ നമുക്ക് എവിടെന്നെങ്കിലും വൈഫൈ കിട്ടുമ്പോൾ അതൊക്കെ നമ്മുടെ ഡ്രൈവിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അപ്ലോഡ് ആവും. പിന്നെ ഫോണിലാണ് എഡിറ്റ് ചെയ്യാൻ ഏറ്റവും സുഖം. ലാപ്ടോപ്പിനെക്കാട്ടും ഈസി ഫോണിലാണ് എഡിറ്റ് ചെയ്യാൻ സുഖം, കെയർ ചെയ്യാനും സുഖം. എല്ലാം കൊണ്ടും ഫോണാണ് എനിക്ക് കംഫർട്ടബിൾ. അപ്പം ഫോണാണ്. പിന്നെ ചാർജിങ് ഓപ്ഷൻസ്, ലാപ്ടോപ്പ് ചാർജ് ചെയ്യാൻ എനിക്ക് എപ്പോഴും ഓപ്ഷൻ കിട്ടില്ല. ഫോണാകുമ്പോൾ എൻ്റെ കയ്യിൽ 20,000 mAh 4 പവർ ബാങ്ക് ഉണ്ട്. ഒരു 4-5 ദിവസത്തേക്കുള്ള ബാക്കപ്പ് അതിലുണ്ടാവും. അത് കഴിയുമ്പോഴേക്ക് ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയിട്ട് കംപ്ലീറ്റ് ചാർജ് ചെയ്തിട്ടാണ് ഞാൻ പോവുക. റെസ്റ്റ് എടുത്ത് ചാർജ് ചെയ്തിട്ട് പോവുക. അങ്ങനെ പോകും. ഓക്കെ ഓക്കെ. അപ്പോൾ ഈ ട്രാവലിംഗിൽ സൈക്കിൾ എന്തൊക്കെ നമ്മൾ ക്യാരി ചെയ്യാറുണ്ട്? ആക്ച്വലി ഒരുപാട് സാധനങ്ങൾ കൊണ്ടുപോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ സൈക്കിൾ ആയതുകൊണ്ട് എനിക്ക് വളരെ പരിമിതികളുണ്ട് കൊണ്ടുപോകുന്നതിന്. സൈക്കിളും എൻ്റെ സാധനങ്ങളും അടക്കം ഇപ്പം തന്നെ 50 കിലോകളും ഉണ്ടാവും. സൈക്കിൾ പൊക്കിയാൽ പോകുന്നില്ല. എൻ്റെ ചില വീഡിയോയിൽ യൂറോപ്യൻസൊക്കെ സൈക്കിൾ പൊക്കി നോക്കുന്നുണ്ട്, അവരെന്നെ ഞെട്ടിപ്പോവും. സൈക്കിൾ പൊങ്ങില്ല. അപ്പം അത്രയും ഹെവി ആയിട്ടുള്ള സൈക്കിളാണ് ഞാൻ ഡെയിലി 100-150 കിലോമീറ്റർ ട്രാവൽ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊരു സ്പെഷ്യൽ സൈക്കിളാണ്, ടൂറിങ്ങിന് വേണ്ടിയിട്ട് ഉള്ള സ്പെഷ്യൽ സൈക്കിളാണ്. നമുക്ക് എത്ര കിലോ ആണെങ്കിലും അതിൽ ക്യാരി ചെയ്താൽ സൈക്കിൾ മൂവ് ചെയ്യുമ്പോൾ ഉള്ള ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ. ഫസ്റ്റ് സ്റ്റാർട്ടിങ് നമുക്ക് കുറച്ച് എഫേർട്ട് എടുക്കണം. മൂവ് ചെയ്ത് തുടങ്ങിയാൽ പിന്നെ അത്രയും ഹെവി ആയിട്ടുള്ളതെന്ന് നമുക്ക് ഫീൽ ചെയ്യില്ല, ഇങ്ങനെ പോയിക്കോളും. പിന്നെ കയറ്റങ്ങളൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല കയറ്റാണെങ്കിൽ ഞാൻ ഇറങ്ങി ഉന്തുക ചെയ്യുക. നമ്മൾ ചവിട്ടുമ്പോൾ ഒരുപാട് എനർജി വേസ്റ്റ് ആവും. ഉന്തുമ്പോൾ നമുക്ക് അത്ര എനർജി വേണ്ട, അപ്പം ഞാൻ ഇറങ്ങി ഉന്തും. ഇപ്പോൾ ഈ പോകുന്നതൊക്കെ ടൂറിസ്റ്റ് വിസയിലാണോ? അതെങ്ങനെയാ? ടൂറിസ്റ്റ് വിസയാണല്ലേ പോവാ? അതിനൊരു അതിന് ചിലപ്പോൾ 90 days ആയിരിക്കാം. ഓരോ രാജ്യത്തിനും ഡിഫറെന്റ് ആണ്. ഇപ്പോൾ സൈക്കിൾ എന്തൊക്കെ കാര്യങ്ങൾ ക്യാരി ചെയ്യും? എൻ്റെ സൈക്കിളിൽ 4 പവർ ബാങ്ക് ഉണ്ടാവും 20,000 mAh. പിന്നെ ജേഴ്സി, ഒരു 4-5 പേർ ജേഴ്സി ഉണ്ടാവും, ഒരാഴ്ചത്തേക്കുള്ള ഡ്രസ്സ്. പിന്നെ സൈക്കിളിൻ്റെ കുറച്ച് പാർട്സ്, എല്ലായിടത്തും കിട്ടാത്ത സ്പെഷ്യൽ പാർട്സ് ഉണ്ടാവും, അത് കുറച്ച് ക്യാരി ചെയ്യും. പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ്, ഡേറ്റ്സ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. അത്യാവശ്യം ഫുഡ് കിട്ടിയില്ലെങ്കിൽ എനിക്ക് യാത്ര ചെയ്യാനുള്ള ഒരു എനർജി കിട്ടാനുള്ള സാധനങ്ങളും കയ്യിൽ കരുതും.
അവിടുത്തെ വെതറൊക്കെ പല സ്ഥലത്തും പല വെതർ ആവൂലേ? ഞാൻ ഒമാനിലുള്ള സമയത്ത് ഭയങ്കര ചൂടായിരുന്നു. അപ്പോൾ ഉച്ചക്ക് കുറച്ച് ഗ്യാപ്പ് എടുത്തിട്ട് 12 മണി വരെ റൈഡ് ചെയ്യും. എന്നിട്ട് വൈകിട്ട് 3 മണി 4 മണി വരെ റെസ്റ്റ് എടുക്കും. ഏതെങ്കിലും മരത്തിൻ്റെ വീട്ടിൽ റെസ്റ്റ് എടുത്തിട്ട് വീണ്ടും കണ്ടിന്യൂ ചെയ്യും. പക്ഷെ ചില സ്ഥലങ്ങളിൽ ഞാൻ ഫോർ എക്സാമ്പിൾ ഞാൻ UAE ബോർഡറിൽ നിന്ന് ഖത്തർ ബോർഡറിലേക്ക് 110 കിലോമീറ്റർ ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഒരൊറ്റ മരം പോലും ഇല്ല, മരുഭൂമിയാണ്. ചൂടത്ത് ഞാൻ ഒരൊറ്റ സ്ട്രെച്ചിലാണ് തീർത്തത്. അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഈ ഒരു യാത്രയിൽ ഞാൻ ഏറ്റവും പേടിച്ച ഒരേ ഒരു ദിവസമുള്ളത് അത് ഇറാൻ അർമേനിയ ബോർഡറാണ്. രണ്ട് ഭാഗത്തും ഭയങ്കര ഹൈറ്റിൽ മലകളാണ്. അതിൻ്റെ നടുവിലൂടെ ഒരു റോഡ്, ഒരു മനുഷ്യനില്ല. രണ്ട് ഭാഗത്ത് പട്ടാളക്കാരുടെ ബങ്കർ ഇങ്ങനെ കാണുന്നുണ്ട്. പിന്നെ ഭയങ്കര കാറ്റ്, രണ്ട് മലൻ്റെ ഇടയിലായതുകൊണ്ട് കാറ്റ് മൊത്തം വരുന്നത് ഈ ഒരു ചെറിയൊരു പാസേജിലൂടെയാണ്. അപ്പം ഞാൻ തന്നെ പാറിപ്പോകുന്ന രീതിയിലുള്ള കാറ്റും. പിന്നെ അന്ന് ലേശം പേടിച്ചു, കുറച്ച് ടെൻഷനായി. ഇത് അടുത്ത സിറ്റി എത്തുമോ, ഇനിയും ഒരുപാട് കിലോമീറ്റർ പോകാനുണ്ട്, രാത്രി ആവാറായി, കുറച്ച് ടെൻഷനായി. ഇനി ഇതുപോലെ എന്തെങ്കിലും നമുക്ക് മോശപ്പെട്ട എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? എൻ്റെ സിംഗപ്പൂർ യാത്രേൻ്റെ സമയത്ത് ഒറീസയിൽ വെച്ചിട്ട് അവിടെ ഒരു ചിലിക്ക ലേക്ക് ഉണ്ട്, ഏഷ്യയിലെ ഏറ്റവും വലിയ തടാകം, ഉപ്പ് തടാകം. അപ്പോൾ ആ ലേക്ക് കണ്ട് ഞാൻ ഹൈവേയിലേക്ക് കയറിയതാണ്. കയറി കുറച്ച് പോയപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ ഫോണ് തട്ടി കുറച്ച് പോയി കളഞ്ഞു. രണ്ടാൾ ബൈക്കിൽ വന്നിട്ട് കള്ളന്മാർ ഹൈവേ സ്നാച്ചിങ് ഉണ്ട്. അപ്പം ഹൈവേയിലൂടെ ട്രാവൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ഇങ്ങനെ സ്നാച്ചിങ് ഒക്കെ നടക്കുന്നുണ്ട്. പിന്നെ 2-3 ദിവസം കഴിഞ്ഞ് ഞാൻ കൽക്കട്ടയിലെത്തിയപ്പോഴാന്ന് തോന്നുന്നു അടുത്ത ഫോൺ വാങ്ങിച്ചത്. അതുവരെ ഒരു ചെറിയൊരു നോക്കിയൻ്റെ ഫോണ് തൽക്കാലം ഒരു സിം ഇട്ടിട്ട് യൂസ് ചെയ്തു. കംപ്ലൈന്റ് ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല, നമ്മൾ അതിൻ്റെ പുറകെ പോയിട്ട്. പിന്നെ ലൈഫിൽ എന്ത് നടന്നാലും അത് നല്ലതിനാന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ആ ഫോണ് പോയത് നല്ലതിനാന്ന് എനിക്ക് മനസ്സിലാവാൻ ഒരു 1.5 വർഷം സമയമെടുത്തു. ശരിക്കും പറഞ്ഞാൽ ആ ഫോണിൽ എടുത്ത ഫോട്ടോസും വീഡിയോസും ഒന്നും അത്ര ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല. അതിനുശേഷം ഞാൻ കൽക്കട്ടയിൽ വെച്ച് വാങ്ങിയ ഫോണിന് നല്ല വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ നല്ല ക്ലാരിറ്റി ആയിരുന്നു. അത് ഞാൻ എൻ്റെ യാത്ര കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോൾ എന്നോട് ഒരുപാട് ആളുകൾ ചോദിച്ചു, ആ യാത്ര ചെയ്തതിൻ്റെ ഫോട്ടോസും വീഡിയോസും ഒന്നും ഇല്ലെന്ന്. അങ്ങനെ ഞാൻ യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ ജസ്റ്റ് അപ്പോൾ ഞാൻ അത് എഡിറ്റ് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് ഫസ്റ്റിലെ ഫോൺ ഉപയോഗിച്ചിട്ട് ചെയ്ത വീഡിയോസ് ഒന്നും ഒരു ക്ലാരിറ്റി ഇല്ല. പക്ഷെ രണ്ടാമത്തെ ഫോൺ ഉപയോഗിച്ചാൽ നല്ല ഔട്ട്പുട്ട് ആകുന്നു. അപ്പം ഞാൻ അങ്ങനെ വിചാരിച്ചു അന്ന് കള്ളന്മാർ കൊണ്ടുപോയത് നന്നായി. എന്തും ലൈഫിൽ എന്തും എനിക്ക് അങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്തെങ്കിലും നഷ്ടപ്പെട്ടാൽ എന്തായാലും അത് നല്ലതിനാന്ന് പിന്നെ കുറെ കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കും. ശരിയാ. ഇനിയും നല്ല യാത്രകൾ ചെയ്യാൻ പറ്റട്ടെ, ഇനിയിപ്പുള്ള ആഗ്രഹങ്ങളൊക്കെ നടക്കട്ടെ. തീർച്ചയായിട്ടും നമ്മളൊരു മലയാളിയുടെ ഒരു ഐക്കണായിട്ട് മാറട്ടെ. അതെ, അതാണല്ലോ വേണ്ട. ഇപ്പം ഞാനൊരു കാര്യം കൂടി ഒന്ന് ഓർമ്മിപ്പിക്കുക. നമ്മളിപ്പം ട്രാവൽ ചെയ്യാൻ ഇങ്ങനെ കംഫർട്ട് സോണിൽ നിന്ന് വിട്ട് പോകാത്ത ആളുകൾ അങ്ങനെ ട്രാവൽ ചെയ്യണമെന്ന് ആഗ്രഹിച്ച് ഇങ്ങനെ ഇരിക്കുന്നതുണ്ടാവും. പിന്നെ എല്ലാവർക്കും ഒരു തോട്ടില്ലേ, പൈസ ഉള്ളതുകൊണ്ടാണ് അവൻ പോകുന്നത്. പല ആളുകളും പറയും വീട്ടിൽ കുറേ ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ യാത്ര ചെയ്യുന്നത്. അപ്പൊ എനിക്ക് ആ മെസ്സേജ് കാണുമ്പോൾ ചിരിയാണ് വരിക. വീട്ടിൽ എൻ്റെ ബാങ്ക് അക്കൗണ്ട് 0 ആയിരിക്കും, എന്നിട്ട് ഞാനിങ്ങനെ ട്രാവൽ ചെയ്യുന്നുണ്ട്. അപ്പം ഒരിക്കലും ക്യാഷ് ഒരുപാട് പൈസ ഉണ്ടാക്കിയിട്ട് ട്രാവൽ ചെയ്യാന്ന് വിചാരിച്ചാലൊന്നും നടക്കില്ല. എസ്പെഷ്യലി ഇങ്ങനെയുള്ള സൈക്കിൾ യാത്ര ആണെങ്കിൽ നമുക്കൊരു ഏജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ കറക്റ്റ് ടൈമാണ്. അപ്പോൾ ഇപ്പോൾ ചെയ്യാം. എനിക്ക് കുറച്ച് കഴിഞ്ഞിട്ട് വരുമ്പോൾ അപ്പം നോക്കാം. അടുത്ത പ്ലാൻ ഉണ്ടാക്കും. അപ്പം നോക്കാം. അടുത്ത പ്ലാന് ആരോഗ്യം ഉണ്ടെങ്കിൽ സൈക്കിൾ തന്നെ ആയിരിക്കും, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മാർഗം ഉപയോഗിക്കും. അതെ, എന്നാലും ഇങ്ങനെ ലൈം ലൈറ്റിൽ ഇങ്ങനെ ഉണ്ടാവും. അങ്ങനെ പോകണമെന്നാണ് ഒരു തവണ നമ്മളിങ്ങനെ ലൈറ്റിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അതിനൊരു പിന്നാക്കില്ല, പിന്നോട്ട് പോകാൻ കഴിയില്ല. അതാണ് അതിൻ്റെ ഒരു ഇത്. അതെ.